വചന ലോകത്തിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് സുവിശേഷം. ഗുഡ് ന്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. നല്ല വാർത്തയാണ്. ഒരു രോഗിക്ക് നല്ല വാർത്ത സൗഖ്യമാണ്. ഒരു ബന്ധിതന് നല്ല വാർത്ത സ്വാതന്ത്ര്യമാണ്. ഒരു ദരിദ്രന് നല്ല വാർത്ത സമ്പന്നതയാണ്. നിങ്ങൾ ഏത് വിഷയത്തിൽ ബുദ്ധിമുട്ടുന്നുവോ ആ വിഷയത്തിൽ വരുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ പൂജാതനായത് മാനവകുലത്തിന്റെ രക്ഷയ്ക്കാണ്. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് ഏവർക്കും സൗഖ്യമുണ്ട്. അവിടുത്തെ ദാരിദ്ര്യത്താൽ നമുക്ക് ഏവർക്കും സമ്പന്നതയുണ്ട്. അവിടുത്തെ ക്രൂശുമരണത്തിൽ വിഭവസമൃദ്ധമായ വലിയൊരു സദ്യയാണ് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനകത്തെ ഒരു ഭാഗം മാത്രം ഭക്ഷിച്ചതിന് ശേഷം ബാക്കി ഉള്ളതൊന്നും വേണ്ട എന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. നമ്മുടെ മാതാപിതാക്കൾ ഓണത്തിന് നമുക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കും. നമ്മൾ അല്പം ചോറും സമ്മന്തിയും മാത്രം കൂട്ടിയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ ബാക്കി അമ്മ ഒരുക്കിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ കറികൾ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. യേശുക്രിസ്തു മാനവരക്ഷയ്ക്കു വേണ്ടിയുള്ള എല്ലാം ക്രൂശിൽ ഒരുക്കിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള നന്മ ഒരുക്കിയിരിക്കുന്നു. അവിടുത്തെ ക്രൂശ് മരണം വഴി നമുക്ക് നിത്യതയുണ്ട്, പാപമോചനമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. എല്ലാം സ്വീകരിക്കുന്നവരെ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇന്നൊരു നല്ല വാർത്ത എത്തിച്ചേരുകയാണ്. സൗഖ്യത്തിന്റെ നല്ല വാർത്ത, നന്മയുടെ നല്ല വാർത്ത, ആശ്വാസത്തിന്റെ നല്ല വാർത്ത. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. കർത്താവ് ഞങ്ങളെ അറിയിച്ച സദ്വർത്തമാനം ഇവരെ അറിയിക്കട്ടെ. ബന്ധിതർക്ക് സ്വാതന്ത്ര്യം, കുരുടർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്ന നല്ല ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത്ഭുതം ചെയ്താട്ടെ, വിടുതൽ കൊടുത്താട്ടെ. തളർന്നവർ എഴുന്നേറ്റ് വരട്ടെ. ജപ്തിയിലായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ. കടത്തിൽ കൂടെ കടന്നു പോകുന്നവർ വിടിവിക്കപ്പെടട്ടെ. പാപികൾ മാനസാന്തരപ്പെടട്ടെ. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്നവർക്ക് കർത്താവ് വിടുതൽ കൊടുത്താൽ, സന്തതികൾ ഇല്ലാത്തവർക്ക് സന്തതിയെ കൊടുത്താൽ, വസ്തുവും ഭവനമില്ലാത്തവർക്ക് അത് ഉണ്ടാകട്ടെ. ഈ ഭൂമിയിൽ മാനിക്കുന്ന ഒരു ദൈവം, മരണത്തിനപ്പുറം ജീവിതം നൽകുന്ന ദൈവം ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ.